ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്നിപ്പോൾ തുടക്കമാകുന്നുണ്ട്. അദാനിക്കെതിരെ ഉയർന്ന കൈക്കൂലി ആരോപണമുണ്ട്, മണിപ്പൂർ കലാപമുണ്ട്, വഖഫ് ഭേദഗതി ബില്ലുണ്ട്. ഇതൊക്കെ പാർലമെന്റിൽ ഉയർത്താനാണ് പ്രതിപക്ഷം നീക്കം നടത്തുന്നത്. വയനാടിന് പ്രത്യേക ദുരിതാശ്വാസ പാക്കേജ് വേണമെന്നൊരാവശ്യം കേരളത്തിലെ എംപിമാരും ഉന്നയിക്കും. ശരത് ലാലുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം എന്ന് തുടങ്ങുമ്പോൾ ഈ സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം മഹാരാഷ്ട്രയിലെ മഹാവിജയത്തിന്റെ ഒരു കരുത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ, കേന്ദ്ര സർക്കാർ ഇന്നിപ്പോൾ സഭയിലേക്ക് എത്തുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നിരക്ക് ഉന്നയിക്കാൻ പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് അദാനിക്കെതിരായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടും. ഇതിനൊക്കെ പുറമെ ഏറ്റവും പ്രധാനം വഖഫ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പടക്കം 15 ബില്ലുകളാണ് പരിഗണനയ്ക്കുള്ളത്. അപ്പോൾ എപ്പോഴാണ് സമ്മേളനം തുടക്കമാവുക? എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ, കാര്യങ്ങളൊക്കെ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ശീതകാല സമ്മേളനം പോലെ തണുപ്പ് ഡൽഹിയിലും തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാഷ്ട്രീയ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പാർലമെൻറ്റിൽ നമ്മൾ തുടക്കം തന്നെ കാണാൻ കഴിയുന്നത്. ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം അതിൻ്റെ അജണ്ട വളരെ വ്യക്തമായി സർവകക്ഷി യോഗത്തിൽ പറയുകയും ഇത് അദാനി അടുത്തുള്ള വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ 10:30 മണിക്കാണ് പാർലമെൻറ്റ് തുടങ്ങുന്നത്. 10:30 മണിക്ക് പാർലമെൻറ്റ് തുടങ്ങും. 11 മണിക്കാണ് സമ്മേളനം ആരംഭിക്കുക. 10:30 മണിക്ക് കാര്യോപദേശക സമിതി, ബിസിനസ് പാർലമെന്റ് കാര്യോപദേശക സമിതിയിലാണ് ഏതൊക്കെ ബില്ലുകൾ, ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഏതായാലും 16 ബില്ലുകളാണ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ബില്ല് വഖഫ് ഭേദഗതി ബില്ല് തന്നെയാണ്. എന്നാൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കാൻ നിലവിൽ ഉടനെ കഴിയില്ല. കാരണം JPC റിപ്പോർട്ട് സഭയിൽ വെച്ച ശേഷം മാത്രമേ ബില്ല് അവതരണമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അത് വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ സഭയിൽ വെക്കുമെന്ന് തന്നെയാണ് JPC അധ്യക്ഷൻ പറഞ്ഞത്. ഏതായാലും അതിനെ ശക്തമായി എതിർക്കും. JPC കൂടുതൽ സമയം വേണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ഇതിലുപരി കേരളത്തിൻ്റെ വയനാടിലെ ദുരിതാശ്വാസ പ്രശ്നം പാക്കേജ് നിഷേധിച്ചത്, അല്ലെങ്കിൽ വയനാടിനെ സഹായിക്കുന്നത്, കേന്ദ്രത്തിൻ്റെ ഉദാസീനത, ഇതൊക്കെ കേരള എംപിമാർ LDF UDF ഒന്നിച്ച് സഭയിൽ അവതരിപ്പിക്കും, അല്ലെങ്കിൽ ഉന്നയിക്കുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അത് ഇന്നുണ്ടാവുമെന്ന് സൂചനയുണ്ട്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി എപ്പോഴാണ് സത്യപ്രതിജ്ഞ ചെയ്യുക? കാരണം സോണിയാഗാന്ധി പൊല്യൂഷൻ കാരണം, വായു മലിനീകരണം കാരണം ഷിംലയിലാണ് സോണിയാഗാന്ധി തിരിച്ചെത്തിയ ശേഷം വ്യാഴാഴ്ചയോ അല്ലെ ബുധനാഴ്ചയോ ആയിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ സ്പീക്കറുടെ ഓഫീസിൽ ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ല. അത് സ്പീക്കറുടെ ഓഫീസിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ചേംബറിലോ പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതും അറിയില്ല. ഏതായാലും ഇക്കാര്യത്തിൽ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ മാത്രമായിരിക്കും സത്യപ്രതിജ്ഞ എന്നാണ് ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസ് നൽകുന്നത് വിവരം. അതുപോലെ കോൺഗ്രസ് വൃത്തങ്ങളും പറയുന്നത് സോണിയാഗാന്ധി വായുമലിനീകരണം തിരിച്ചെത്തിയ ശേഷം മാത്രമായിരിക്കും സത്യപ്രതിജ്ഞ എന്നാണ്. ഏതായാലും പ്രിയങ്ക വയനാട്ടിലേക്ക് ഉടനെ ഇല്ല എന്ന കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ്. പാർലമെൻറ്റ് സമ്മേളനത്തിൽ സേതുലക്ഷ്മി വളരെ വലിയ ബഹളം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദാനിയെ സംബന്ധിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കാരണവശാലും ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല എന്നതാണ് NDAയുടെ, അതായത് BJPയുടെ നിലപാട്. അങ്ങനെയാകുമ്പോൾ സഭയിൽ ബഹളമുണ്ടാകും, സഭ തടസ്സപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിനാവട്ടെ സഭയിൽ ചർച്ച വേണമെന്നുള്ള ആഗ്രഹമാണ്. വഖഫ് ബില്ലൊഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. സഭ സ്തംഭിപ്പിക്കില്ല എന്നാണ് ജയറാം രമേശ് അല്പനിമിഷം മുമ്പ് പറഞ്ഞത്. ഏതായാലും നമുക്ക് 11 മണിയുടെ കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ശീതകാല സമ്മേളനത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും നമ്മൾ ഏറ്റുമുട്ടുക, ഏതൊക്കെ വിഷയത്തിലായിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് 11 മണിയോടെ വ്യക്തത ലഭിക്കും. സേതുലക്ഷ്മി. തീർച്ചയായും ശരത്ത്, ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുമ്പോൾ സ്വെറ്ററൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. അവിടെ അതിഭീകരമായ തണുപ്പാണോ? ഡൽഹിയിലെ തണുപ്പ് എങ്ങനെയുണ്ട്? ഒപ്പം തന്നെ ഈ വഖഫിലെ JPCയുടെ കാലാവധി നീട്ടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അത് സർക്കാർ തള്ളിയെന്ന് തോന്നുന്നു, അല്ലേ? സർക്കാരിനെ സംബന്ധിച്ചോളം ഈ വെള്ളിയാഴ്ചക്കകം JPC റിപ്പോർട്ട് വെക്കണമെന്ന നിബന്ധനയുണ്ട്. കഴിഞ്ഞ ലോക്സഭ പാസ്സാക്കിയത് ഈ നിബന്ധനയോട് കൂടി. അതുകൊണ്ട് തന്നെ JPC റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തന്നെ സഭയിൽ വെക്കുക എന്നതാണ് സർക്കാർ നിലപാട്. അതായത് ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിൽ JPC സമിതിയുടെ കാലാവധി നീട്ടണമെന്ന് മുസ്ലിം ലീഗ് അംഗം മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടെങ്കിലും അക്കാര്യത്തിൽ യാതൊരുവിധ മറുപടിയും ലഭിച്ചില്ല. അതുമാത്രമല്ല, അക്കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ട എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഏതായാലും JPCയുടെ
കാലാവധി നീട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. സഭയുടെ അവസാന ദിവസം വെള്ളിയാഴ്ച, ഈ ആഴ്ചയിലെ അവസാന ദിവസത്തിനിടക്ക് വെള്ളിയാഴ്ചക്കിടക്ക് JPC റിപ്പോർട്ട് വെക്കും. അത് കഴിഞ്ഞ് വഖഫ് വിഷയം കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് BJPയുടെ ആവശ്യം. അത് സഭയിൽ ഈ ശീതകാല സമ്മേളനത്തിൽ മുഴുവൻ തന്നെ അത് വിഷയമാക്കും. സമ്മേളനത്തിന് അവസാന ദിവസം അത് ബില്ല് പാസ്സാക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഭരണപക്ഷം ആലോചിക്കുന്നത്. ഡൽഹിയിലെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിലെ വിജയം BJPക്കും ജാർഖണ്ഡിലെ വിജയം ഇന്ത്യ ബ്ലോക്കിനും ഊർജം പകർന്നിട്ടുണ്ട്. ഈ ഊർജം പകർത്തൽ അത് ഒരു ഏറ്റുമുട്ടലായി സഭയിൽ കാണുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ശ്രീലക്ഷ്മി. ശരി ശരത്ത്, സമഗ്രമാണ്. അപ്പോൾ ഇന്ന് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. ഒത്തിരി വിഷയങ്ങളുണ്ട് സഭ പ്രക്ഷുബ്ധമാകാനായി. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് സഭയുടെ മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്ക് 11 മണിക്ക് ശേഷമാവും അറിയാൻ പറ്റുക. കാരണം ആ സമയത്തൊക്കെയാണ് സഭ ചേരുന്നത്. അപ്പോൾ ആ ഘട്ടം നമ്മുടെ ഹാപ്പനിങ് അവേഴ്സ് ടൈമിലൊക്കെ ശരത്ലാൽ വീണ്ടും ചേരും. അതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് കാഴ്ചകളും വിവരങ്ങളും ഒക്കെ കൂടുതൽ ലഭ്യമാവുകയും ചെയ്യും.